ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മുൻപ് സ്വപ്നങ്ങളും ദർശനങ്ങളുമൊക്കെ ദൈവത്തിൽ നിന്ന് ലഭിച്ചിരുന്ന പലർക്കും പിൽക്കാലത്തത് ലഭിക്കാതെ പോയിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പ്രിയപ്പെട്ടവർ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോണിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പലർക്കും ഉത്തരം കൊടുക്കാനായിട്ട് ശ്രമം നടത്തിയപ്പോഴാണ് മനസ്സിലേക്ക് വന്നത് എന്തുകൊണ്ട് അത് വെച്ചൊരു വീഡിയോ ചെയ്തുകൂടാ എന്നുള്ളത്. ഇന്ന് ചില സമയങ്ങളിൽ എന്തുകൊണ്ട് ഒരു സമയത്ത് ദൈവിക ദർശനങ്ങളും സ്വപ്നങ്ങളുമൊക്കെ തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവർക്ക് പിന്നീട് ഒരു സമയം കഴിയുമ്പോൾ അതൊന്നും കിട്ടാതെ പോകുന്നു എന്നുള്ള ഒരു കാര്യം തിരുവചനാടിസ്ഥാനത്തിൽ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഇതൊരു ചർച്ചയാണ്, ഒരു ടോക്കാണ്, അല്ലാതെ പ്രത്യേക ദൈവവചനങ്ങളൊന്നും എടുത്തുകൊണ്ടുള്ള അങ്ങനത്തെ ഒരു ആത്മീക ദൂതല്ല. താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനും അത് കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 3 കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. 3 കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായും മുൻകാലങ്ങളിൽ ദൈവിക ദർശനങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കിട്ടിയവർക്ക് അത് പിന്നീട് കിട്ടാതെ പോകുന്നത്. ആ 3 കാര്യങ്ങൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത്, ഏറ്റവും കൃത്യമായ കാര്യങ്ങളിൽ ഒന്ന്, അവർ ദൈവഹിതത്തിന്റെ പാതയിൽ യാത്ര ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒന്ന് തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുക, ദൈവം എന്തിനാണ് ഒരു വ്യക്തിക്ക് സ്വപ്നങ്ങൾ, ദർശനങ്ങൾ നൽകുന്നത്? ദൈവികമായ സ്വപ്നങ്ങളും ദർശനങ്ങളും ദൈവം നൽകുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ചുള്ള ഒരു വലിയ ദൈവ പദ്ധതിയുടെ ഒരു ഭാഗമാണ് ദൈവം അറിയിക്കുന്നത്. അത് അറിയിക്കുന്നതിൻ്റെ പിൻപിൽ ദൈവത്തിന് വ്യത്യസ്തമായ ഉദ്ദേശങ്ങളും ദൈവത്തിന്റെ ഹിതവുമുണ്ട്. കാരണം ദൈവം നൽകി കൊടുക്കുന്ന ദർശനങ്ങൾ ആ വ്യക്തി കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ആ വ്യക്തിയെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ദൈവാശ്രയത്തോടെ മുൻപോട്ട് പോകുവാനായിട്ടുള്ള മാർഗനിർദ്ദേശം ആ വ്യക്തിക്ക് അതിലൂടെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവത്തിന്റെ ദർശനങ്ങളും ആലോചനകളും ലഭിക്കുന്ന പലരും അതിനെ ഗൗരവമായിട്ടെടുക്കാതെ തിരുഹിതത്തിന്റെ പാതകളിലല്ല അവർ യാത്ര ചെയ്യുന്നതെങ്കിൽ പിന്നീട് ദൈവത്തിന്റെ അരുളപ്പാടുകളും സ്വപ്നങ്ങളും അവർക്ക് കിട്ടാതെ വരും. ഇതാണ് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്. ഇതിന് തെളിവായിട്ട് നമുക്ക് എടുത്തു പറയുവാനായിട്ട് പറ്റുന്ന ഒരുപാട് വേദഭാഗങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്തുണ്ട്. 1 ശമൂവേൽ 28 അധ്യായത്തിന്റെ 6 വാക്യത്തിലേക്ക് വരുമ്പോൾ, ശൂന്യം എന്ന് പറയുന്ന സ്ഥലത്ത് ഫെലിസ്ത്യർ ഇസ്രായേലിന് നേരെ പാളയം ഇറങ്ങിയപ്പോൾ ശൗല് ഗിൽബോവ എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു. അന്നേരം അദ്ദേഹത്തിന് ചില ദൈവത്തിന്റെ ആലോചനകളും അരുളപ്പാടും വേണം. പക്ഷെ 28 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, യഹോവ അവനോട് സ്വപ്നത്തിലൂടെയാകട്ടെ ഉറീമിലൂടെയാകട്ടെ ദർശനത്തിലൂടെയാകട്ടെ അരുളി ചെയ്തില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ശൗലിന്റെ ജീവിതാവസാനത്തെ സമയത്തിലേക്ക് വന്നപ്പോൾ പ്രവാചകന്മാരിലൂടെയോ സ്വപ്നങ്ങളിലൂടെയോ ദൈവിക അരുളപ്പാടുകൾ നൽകാതിരുന്നത്? ഉത്തരം ലളിതമാണ്. ദൈവത്തിന്റെ പദ്ധതിക്കകത്തും ദൈവത്തിന്റെ ഹിതത്തിന്റെ അകത്തും ശൗലിന് നിന്നു പോകാൻ കഴിയാഞ്ഞതുകൊണ്ടാണ് ആ സമയത്ത് ദൈവത്തിന്റെ ഇടപെടലുകൾ ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ അകത്ത് ഉണ്ടാകാത്തത്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ദൈവികമായ ദർശനങ്ങളും അരുളപ്പാടുകളും സ്വപ്നങ്ങളും എല്ലാം നമുക്ക് നൽകപ്പെടുന്നത് ഓരോ വ്യക്തികളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പരമമായ ഉദ്ദേശത്തിന്റെ നിവർത്തിക്കായിട്ടാണ്. അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വേദപുസ്തകത്തിന്റെ അകത്ത് ഒരുപാട് സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ശമൂവേൽ എന്ന് പറയുന്ന പ്രവാചകന്റെ ജനന സമയത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, ദർശനം ഏറെയില്ലായിരുന്നു, വചനം ദുർലഭമായിരുന്നു. വചനം ദുർലഭമായിരുന്നു എന്നുള്ളതിന്റെ കൃത്യമായ അർത്ഥം, ദർ വാസ് നോ വേർഡ് ഫ്രം ഗോഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള വാക്കുകളില്ലായിരുന്നു. അതിന്റെ അർത്ഥം അക്ഷരാർത്ഥത്തിൽ ന്യായപ്രമാണം അവിടെ ഇല്ല എന്നുള്ള അർത്ഥമല്ല. ആത്മീക നേതാക്കന്മാർ അധപ്പതിച്ച അവസ്ഥയിലേക്ക് പോയപ്പോൾ ദൈവശബ്ദം എന്തുപറ്റി? ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടുകൾ, ദൈവത്തിൽ നിന്നുള്ള ആലോചനകൾ അവിടെ ബ്രേക്ക് ആകുകയും ദൈവം സംസാരിക്കാതിരിക്കുകയും ചെയ്തു. പിന്നീടാണ് ശമൂവേലിലൂടെ ദൈവം സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവഹിതത്തിന്റെ അകത്താണോ ജീവിക്കുന്നത്? ഓരോ വ്യക്തിയും ജീവിതത്തിന്റെ ഓരോ മിനിറ്റുകളിലും ഓരോ ദിവസവും നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ടുന്നത്, കർത്താവെ, ഞാനും എൻ്റെ കുടുംബവും ദൈവഹിതത്തിന്റെ അകത്താണോ? ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകൾ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ചാണോ? എൻ്റെ ജീവിതം ദൈവഹിതമനുസരിച്ചാണോ? ദാവീദിന്റെ ഒക്കെ പ്രാർത്ഥനകളിൽ ഇതിനുവേണ്ടിയുള്ള ഒരു വലിയ വാഞ്ച നമുക്ക് കാണാനായിട്ട് പറ്റും. സങ്കീർത്തന പുസ്തകങ്ങൾ ശ്രദ്ധയോടെ പഠിച്ചാൽ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അപ്പം ഒന്നാമത്തെ കാര്യം, സ്വപ്നങ്ങളും ദർശനങ്ങളും ഒരു കാലങ്ങളിൽ ലഭിച്ചിട്ട് മറ്റു കാലത്ത് ലഭിക്കാത്തതിന്റെ കാര്യങ്ങളിൽ ഒന്ന്, ആ വ്യക്തി ദൈവഹിതം വിട്ട് യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. ദൈവത്തിന്റെ അകത്തല്ല പോകുന്നതെങ്കിൽ ഒരിക്കലും പിന്നീട് ആ ദൈവിക ദർശനങ്ങൾ തിരികെ കിട്ടാൻ പാടാണ്.
രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഒരു കാര്യമാണ്. ദൈവം നൽകി തരുന്ന സ്വപ്നങ്ങളെയും ദർശനങ്ങളെയും വില കുറച്ച് കാണുന്നതാണ്. ഇതിനെക്കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഒരു കാലങ്ങളിൽ തുടർമാനമായി ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ ഒട്ടനവധി കാര്യങ്ങൾ ദൈവം സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും ഞങ്ങളോട് സംസാരിക്കുമായിരുന്നു. ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന സഭയിലെ ഈ കാര്യങ്ങൾ പറയുമായിരുന്നു. അവിടെയുള്ള ഒരുപാട് ആൾക്കാർ ഈ സന്ദേശങ്ങൾ കേൾക്കുന്നുണ്ട്. അവർക്കൊക്കെ അറിയാം ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ ദൈവം ഇങ്ങനെ സ്വപ്നത്തിലൂടെ ദർശനത്തിലൂടെ ദൈവം സഭയോടും ഞങ്ങളോടും ഒക്കെ പറയുമായിരുന്നു. അപ്പം ഇങ്ങനെ തുടർച്ചയായിട്ട് കാണുമ്പോൾ ചില സമയത്ത് നമുക്കിതിൻ്റെ മൂല്യത്തെയും ഇതിൻ്റെ വിലയെയും തിരിച്ചറിയാൻ പറ്റാതെ നമ്മളതിനെ ലാഘവത്തോടെ കാണും, അല്ലെങ്കിൽ നമ്മളതിനെ നിസ്സാരമായിട്ട് കാണും. ദൈവം തരുന്ന സ്വപ്നമോ, ദൈവം തരുന്ന ദർശനമോ, അതെല്ലാവരും കാണുന്നില്ലേ, അതിനെന്താ ഇത്ര വലിയ കാര്യം എന്ന് നമ്മൾ ചോദിച്ച് നമ്മൾ ആ കാര്യത്തെ ഗൗരവമായിട്ടെടുക്കാതെ കണ്ടാൽ ചില സമയങ്ങളിൽ ഇത് നിന്നു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ഒത്തിരി പേരുമായിട്ട് സംസാരിച്ചിടത്തുനിന്ന് ഈ കാര്യം കറക്റ്റാണ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് തുടർമാനമായി കുറേ നാളുകൾ ഒന്നും കാണാതെ ഇരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ, കാരണം ഇതാണെന്ന് ബോധ്യപ്പെട്ട് ഏറ്റുപറഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ അതെല്ലാം തിരിച്ചു വന്ന സന്ദർഭങ്ങൾ ഈ ഉള്ളവൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ട്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ദൈവം കാണിക്കുന്ന ഒരു കാര്യവും ചെറുതല്ല, വിലയില്ലാത്തതല്ല. സ്വപ്നമെന്നോ ദർശനമെന്നോ അരുളപ്പാടുകളൊന്നും ഒന്നും മാത്രമല്ല. ജീവിതത്തിൽ ദൈവം നൽകിത്തരുന്ന ചെറുതും വലുതുമായ എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും മൂല്യമുള്ളതാണ്. അതിൻ്റെ മൂല്യത്തെ, അതിൻ്റെ വിലയെ ഒരിക്കലും കുറച്ച് കാണാനായിട്ട് പാടില്ല. അതിനെ നിസ്സാരമായി കാണരുത്. ഒരു ആത്മീയ കാര്യത്തെയും ഗൗരവമില്ലാതെ സമീപിക്കരുത്. കാരണം സ്വർഗസ്ഥനായ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടും നമ്മളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടുമാണ് ഈ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഇത് തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം കണ്ടില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് എത്രയാണെന്നുള്ളത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒന്നും കാണാത്തവരുമുണ്ട്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് കാണുന്നത്, ഞങ്ങൾ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ അവരോട് പറയുന്നത്, നിങ്ങളുടെ ബന്ധം നിങ്ങൾ ദൈവസന്നിധി ശരിയാക്കുക. കാരണം ജീവനില്ലാത്തൊരു ദൈവത്തെ അല്ല നമ്മൾ സ്നേഹിക്കുന്നത്, സേവിക്കുന്നത്. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്, ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്, പരമാധികാരിയായ ദൈവമാണ്, സർവ്വവ്യാപിയായ ദൈവമാണ്. ഒരു കാര്യത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അതിൻ്റെ അവസാനത്തെ അറിയുന്നവനായ ദൈവം, തന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ദൈവം സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും അരുളപ്പാടുകൾ നൽകുന്നു. വേദപുസ്തകത്തിന്റെ താളുകളിൽ ആദ്യ അവസാനം മുഴുവനും ദൈവഭക്തന്മാരുടെ ജീവിതത്തെ ദൈവഹിതത്തിന്റെ പാതകളിൽ ഉറപ്പോടെ ധൈര്യത്തോടെ നടത്തിയത്, കഷ്ടതയ്ക്കകത്ത് അവരെ ബലത്തോടെ നിർത്തിയത് ദൈവം കൊടുത്ത ദർശനങ്ങളാണ്, ദൈവം കൊടുത്ത സ്വപ്നങ്ങളാണ്, ദൈവം അവർക്ക് നൽകി കൊടുത്ത അരുളപ്പാടുകളാണ്. അപ്പം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവം നൽകിത്തരുന്ന കാര്യങ്ങളെ ഗൗരവമില്ലാത്തതായിട്ട് നമ്മൾ കാണരുത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ സില്ലിയായിട്ട് നമ്മളതിനെ കാണാൻ പാടില്ല എന്നുള്ളതാണ്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് ദൈവം ഇതൊക്കെ നൽകി തരുമ്പോൾ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ മിടുക്കുകൊണ്ടോ നമ്മളെ ഉയർത്താനോ ഇത് നൽകിയതാണെന്ന് നമ്മളാരും ധരിക്കരുത്. അങ്ങനെ ഒരു ധാരണ വന്നാൽ അത് നിന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് വചനത്തിൻ്റെ അകത്തുനിന്ന് ശരിയായ മനോഭാവങ്ങൾ നമ്മൾ മനസ്സിലാക്കി, പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നത് പോലെ കൃത്യമായ പാതകളിൽ നമ്മൾ നടന്നു പോയാൽ ഇതൊന്നും നഷ്ടപ്പെടാതെ ഇരിക്കും. ഇല്ലാതെ നഷ്ടപ്പെട്ടാൽ ഒത്തിരി കരയേണ്ടി വരും, ഒത്തിരി വിഷമിക്കേണ്ടി വരും, ഒന്ന് തിരിച്ചു കിട്ടാൻ ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും അതിൻ്റെ വിലയെ നമ്മൾ അറിയാത്തത്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ്, അതിനെ നിസ്സാരമായി കാണരുത്, ലളിതമായി കാണരുത്, ഗൗരവത്തോടുകൂടി എടുക്കണം. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ മിടുക്കുകൊണ്ടോ അല്ല ഇത് കണ്ടത്. സ്വയം മഹത്വം എടുക്കുവാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഞാൻ ആരോ ആണെന്നുള്ള ധാരണയിൽ ജീവിക്കാൻ ശ്രമിക്കരുത്. എനിക്ക് കൃപ കൂടുതലാണ്, മറ്റുള്ളവർക്കൊന്നുമില്ല എന്നുള്ള ആ ഒരു സ്വയനീതീകരണങ്ങൾ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ നിന്ന് വരാൻ പാടില്ല. എത്രയും ദൈവം ഇത് നൽകുന്നു അത്രയും ക്രിസ്തുവിൽ മറയുക. അത് ദൈവനാമ മഹത്വത്തിന് ദൈവം തരുന്ന എല്ലാ കാര്യങ്ങളെയും ഉപയോഗിക്കുക. ദൈവത്തിൻ്റെ മഹത്വത്തെ കവർന്നെടുക്കാനായിട്ട് ഒരു കാരണവശാലും നമ്മൾ ശ്രമിക്കരുത്. എല്ലാറ്റിലും ദൈവം മഹിമപ്പെടണം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് നഷ്ടപ്പെട്ടു പോകാനുള്ള മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്വപ്നങ്ങളും ദർശനങ്ങളും ദൈവം നൽകുമ്പോൾ ക്രമാനുഗതമായിട്ടുള്ള ദൈവവചനത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഒക്കെ സഹായത്തോടുകൂടിയുള്ള വളർച്ച ഒരു വ്യക്തിയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളെ ആരെയും സന്തോഷിപ്പിക്കാനോ സുഖിപ്പിക്കാനോ ഇതെല്ലാം തന്നിട്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമല്ല ദൈവം സ്വപ്നങ്ങളും ദർശനങ്ങളും തരുന്നത്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഒരു വലിയ ദൈവ പദ്ധതിയുടെ ഒരു ഭാഗമാണ് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. വിശ്വാസ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്
വിശ്വാസ ജീവിതത്തിന്റെ അകത്തെ അവ്യക്തതകളാണ്. ഞാൻ ഈ പറഞ്ഞത് ചിലർക്ക് മനസ്സിലാകും. ഒരു ഭക്തന്റെ ഭാവി എന്ന് പറയുന്നത് ഒത്തിരി അവ്യക്തതകളാണ്. ആർക്കും കൃത്യമായി വെളിപ്പെടത്തില്ല, എല്ലാം ദൈവം വെളിപ്പെടുത്തി തരാറുമില്ല. എന്നാൽ അവ്യക്തതകൾക്കിടയിലും ദൈവം ചില ഹിന്റുകൾ നമുക്ക് തരും. ഉദാഹരണത്തിന് യോസഫിന് നൽകി കൊടുത്ത ദർശനങ്ങൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമായിട്ടുള്ള ദർശനങ്ങൾ, കറ്റയുടെ ദർശനങ്ങൾ, അതാണ് ദൈവം കൊടുത്തത്. പക്ഷെ പിൽക്കാലത്ത് സംഭവിക്കാൻ പോകുന്നതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ദൈവം തനിക്ക് കാണിച്ചു കൊടുത്തുള്ളൂ. വേദപുസ്തകത്തിലെ ഒട്ടനവധി ഭാഗങ്ങൾ എടുത്താൽ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ നമുക്ക് നൽകിത്തരുന്ന ദർശനങ്ങളും നമുക്ക് നൽകിത്തരുന്ന സ്വപ്നങ്ങളുടെയും പുറത്ത് നമ്മളിലൂടെ നിവർത്തിക്കപ്പെടേണ്ട ചില ദൈവ പദ്ധതികൾ ഉണ്ട്. എന്നിലൂടെ ദൈവം ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ കേൾവിക്കാരായ നിങ്ങളിലൂടെ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ എത്താൻ പരാജയപ്പെട്ടാൽ അവിടെ വെച്ച് ദൈവിക ഇടപെടലുകൾ നിന്നുപോകാൻ സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുവെന്നാണ് വിശ്വസിക്കുന്നത്. ദൈവഹിതം, ദൈവത്തിന്റെ പദ്ധതി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് പേർ എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് ദൈവഹിതം എന്ന്. എനിക്കൊന്ന് വിശ്വാസത്തിന്റെ ആദ്യ പാഠങ്ങൾ പോലും അറിഞ്ഞിട്ടില്ലാത്ത സാധാരണക്കാരായ ചില ആൾക്കാർ, അവര് ദൈവവചനമൊക്കെ കേട്ട് അത്രയും ദൈവവചനത്തിന്റെ ആഴങ്ങൾ അറിയാത്ത പലരും ചോദിച്ചു. ഞാൻ അവർക്ക് വേണ്ടി എന്താണ് ദൈവഹിതം എന്നുള്ളതിനെ കുറിച്ചൊരു മെസ്സേജ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താമസിക്കാതെ അത് നിങ്ങളുടെ മുൻപിലേക്ക് എത്താൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഞാൻ വേഗത്തിൽ പറഞ്ഞ് ഞാൻ മുൻപോട്ട് വിടുകയാണ്. ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. ദൈവം ദർശനങ്ങളും സ്വപ്നങ്ങളും നമുക്ക് നൽകുന്നത്, പരിശുദ്ധാത്മാവ് നമുക്കത് നൽകി തരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വലിയ ദൈവ പദ്ധതിയുടെ ഭാഗമാക്കി നമ്മളെ തീർക്കാനാണ്. നമ്മളിൽ ഓരോരുത്തരിലൂടെയും ഓരോ സമയത്തും ഓരോ സാഹചര്യങ്ങളിലും വെളിപ്പെട്ടു വരേണ്ടുന്ന ദൈവപ്രവർത്തികളുണ്ട്. അതിന് ദൈവം ഒരു വ്യക്തിയെ കാരണമാക്കുമ്പോൾ ആ വ്യക്തിക്ക് സ്വപ്നങ്ങളും ദർശനങ്ങളും നൽകി കൊടുക്കുന്നു. അതിൻ്റെ അകത്ത് ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടുന്ന ചില പ്രതികരണങ്ങളുണ്ട്. ഞാൻ അത് പറയുമ്പോൾ മനസ്സിലായോ എന്ന് അറിയത്തില്ല. ഉണ്ടാകേണ്ടുന്ന കുറച്ച് പ്രതികരണങ്ങളുണ്ട്. ആ പ്രതികരണങ്ങൾ ഉണ്ടാകാതെ കേവലം ഇതിനെയൊക്കെ നിസ്സാരമായിട്ടെടുത്ത് ദൈവപദ്ധതിയുടെ ഭാഗമായി ഒരു വ്യക്തി പോകുന്നില്ലെങ്കിൽ പിൽക്കാലത്ത് അതൊരിക്കലും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ട് ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന വ്യക്തി എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസാണ്. അദ്ദേഹത്തിന്റെ യാത്രകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. യെരുശലേമിൽ കഷ്ടതകളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ കർത്താവ് ഇറങ്ങി വന്നിട്ട് നീ ഇനിയും റോമിൽ എന്നെ സാക്ഷീകരിക്കണമെന്ന് പറഞ്ഞു. ആ അദ്രിയ കടലിലൂടെയുള്ള യാത്രയ്ക്ക് മുൻപ് കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുമെന്ന് ഞാൻ കാണുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അടുത്തത് 14 ദിവസത്തോളം സൂര്യനെയും ചന്ദ്രനെയും ഒന്നും കാണാതെ കടലിൻ്റെ അകത്ത് വല്ലാത്ത അവസ്ഥയിലായപ്പോഴും രാത്രിയിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. അങ്ങനെ പൗലോസിന്റെ ശുശ്രൂഷയുടെ ആദ്യ അവസാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിന്റെ അകത്ത് വ്യക്തമായ ദൈവശബ്ദം കേട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി ആഗ്രഹിച്ച് അതിനനുസരിച്ച് യാത്ര ചെയ്ത ഒരാളായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. ഇനിയും യോസഫിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു പഴയ നിയമത്തിലെ ഒരു വ്യക്തിയാണല്ലോ അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആദ്യകാല സ്വപ്നങ്ങളുടെ അർത്ഥം മാതാപിതാക്കന്മാരാണ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത്. പക്ഷെ കാലങ്ങളിൽ പിൽക്കാലത്ത് അദ്ദേഹം സ്വപ്നങ്ങളും ദർശനങ്ങളും കാണുന്നു എന്നുള്ളതല്ല, അപ്പപ്രമാണിക്കും അതുപോലെ പാനപാത്രവാഹകനും എന്തിനേറെ പറയുന്നു ബറവോന് പോലും അർത്ഥത്തിന്റെ കണ്ട സ്വപ്നങ്ങളുടെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ തക്കവണ്ണമുള്ള ആത്മീക പരിജ്ഞാനത്തിലേക്കും പക്വതയിലേക്കും അദ്ദേഹം ഉയർന്നു വന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ക്രമാനുഗതമായി ഓരോ ദിവസവും നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മൾ വളരേണ്ടതായിട്ടുണ്ട്. പുതിയ നിയമ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ട് ദിനംതോറും വിശുദ്ധീകരണത്തിലൂടെ രൂപാന്തരത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മൾ എത്തേണ്ടതായിട്ടുണ്ട്. അത് എത്താൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ, നമ്മൾ ഇങ്ങനെ പോകുന്നെങ്കിൽ പല സമയങ്ങളിലും ദൈവശബ്ദം നമ്മുടെ ജീവിതത്തിൽ നിന്നുപോകും. അങ്ങനെയുള്ള ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേരെ. പല പ്രിയപ്പെട്ടവരും പറയുന്നുണ്ട്, ഒരു കാലങ്ങളിൽ ഞങ്ങൾ ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന് വേണ്ടി ഒത്തിരി പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഈ ഇടക്കാലങ്ങളിൽ വന്നപ്പോൾ തിരക്കുകൾ കൊണ്ടത് പറ്റാതായി. ഇപ്പം ദർശനവുമില്ല, സ്വപ്നവുമില്ല, പ്രാർത്ഥനയില്ലാത്ത വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോയിരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ദൈവഹിതത്തിന്റെ അകത്താണോ എന്ന് പരിശോധിക്കുക. ഇതിനെ ലളിതമായി കാണരുത്, നിസ്സാരമായി കാണരുത്, ലാഘവത്തോടെ കാണരുത്. 3, അനുദിന ജീവിതത്തിന്റെ അകത്ത് ഈ ദൈവം തരുന്ന ദൈവിക ദർശനങ്ങളോടും സ്വപ്നങ്ങളോടും പ്രതികരിച്ച് നമ്മളെക്കുറിച്ചുള്ള ദൈവ പദ്ധതികൾ നമ്മിലൂടെ നിവർത്തിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും സമർപ്പിക്കുകയും ആഴമായ വിശുദ്ധ ജീവിതത്തിലേക്ക് വരികയും വേണം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകി കൊടുത്തിട്ടുള്ള ദൈവിക ദർശനങ്ങളും സ്വപ്നങ്ങളും ആ ഇടപെടലുകളുമൊക്കെ ജീവിതത്തിന്റെ ഏതെങ്കിലും സമയത്ത് അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് മടക്കി കൊടുക്കുവാനായിട്ട്
കർത്താവ് അവരോട് കരുണ കാണിക്കണം. ദൈവ പദ്ധതിയുടെ ഭാഗമായി മുന്നോട്ട് പോകുവാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.